ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു ബഡ്ജറ്റ് വില്ലയിലാണ് ഇന്ന് നമ്മളുള്ളത്. 3700 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1675 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5ഓളം വില്ലകളാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഈ വീട് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. വളരെ ഭംഗിയാക്കി തന്നെ ഒരു കൊളോണിയൽ സ്റ്റൈൽ എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. പടിഞ്ഞാറ് ദിക്കിലേക്കാണ് ഈ വീടിന്റെ ദർശനം വരുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. കൂടാതെ ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് വെറും 1 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് 800 മീറ്ററുമാണുള്ളത്. വളരെ ശാന്തമായിട്ടുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു വലിയ കാർ കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിന് മുന്നിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. കടപ്പാക്കലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് മുറ്റം മുഴുവനായി തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർവെള്ളം തന്നെയാണ്. കൃത്യമായി വടക്ക് കിഴക്ക് മൂലയിൽ തന്നെയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. മുഴുവനായി തന്നെ ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന 1-2 ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമുള്ളൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മഹാഗണി മരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ലൊരു മെയിൻ ഡോർ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമാക്കി തന്നെ ഇവിടെ മൾട്ടിവുഡിൽ നല്ലൊരു TV യൂണിറ്റും ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റിന് ബാക്ക്ഗ്രൗണ്ടായി അതിമനോഹരമായൊരു വാൾപേപ്പർ ഡിസൈനും നമുക്ക് കാണാം. പടിഞ്ഞാറ് ഭാഗത്തേക്കും വടക്ക് ഭാഗത്തേക്കുമായി 3 പാളികളുള്ള ജനൽപ്പാളികളും നൽകിയിട്ടുണ്ട്. പ്രൊഫൈലിലേക്ക് കൊടുത്തുകൊണ്ടുള്ള ഭംഗിയുള്ളൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഡൈനിങ് ഏരിയയും അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെ ചെയ്യാൻ ബിൽഡർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്കിവിടെ ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് മൾട്ടിവുഡിൽ നല്ലൊരു ഡിസൈൻ വർക്കാക്കി തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ചെറിയൊരു ക്രോക്കറി യൂണിറ്റും നല്ലൊരു CNC കട്ടിംഗ് ഡിസൈനൊക്കെ കൊടുത്ത് കിച്ചണിലേക്കുള്ള എൻട്രൻസ് അതിഗംഭീരമാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ബ്ലൂ കളറിലാണ് ഈ വീടിന്റെ കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ഏരിയക്ക് കൂടുതൽ ഷോ ലഭിക്കുന്നതിനായി ഇവിടെ കുറെ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നത് നമുക്ക് കാണാനാവുന്നുണ്ട്. കൃത്യമായി വാസ്തുപരമായി തന്നെ കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമെ ബിൽഡർ ഇവിടെ ഒരു വർക്ക് ഏരിയയോട് കൂടി ആഡ് ഓൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു വാഷ് കൗണ്ടറും കൂടാതെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളവും 12 അടിയോളം വീതിയുമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ തന്നെ മിററൊക്കെ അറ്റാച്ച് ചെയ്ത് ഭംഗിയാക്കി തന്നെ വാർഡ്രോബ് വർക്കും ചെയ്തിട്ടുണ്ട്. മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ബെഡ്റൂമിൽ കാണാം. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് കടന്നു ചെല്ലാം. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് ഈ വീടിന്റെ സ്റ്റെയർവേ ചെയ്തിരിക്കുന്നത്. കൂടാതെ GI ട്യൂബിൽ വുഡൻ ഹാൻഡ് ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു വരുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. യൂട്ടിലിറ്റി ഏരിയയുടെ ഒരു കോർണറിലായി ഇവിടെ ഒരു വാഷ് ബേസിനും മിററൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഈ യൂട്ടിലിറ്റി ഏരിയയിൽ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 2 വലിയ വാലങ്ങളുള്ള ഒരു വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ നമുക്ക് കാണാം.
നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ബെഡ്റൂമായ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. 12 അടിയോളം നീളവും ഏകദേശം 10 അടിയോളം വീതിയുമാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലേതും പോലെ തന്നെ ഇവിടെയും 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്ക് നമുക്ക് ഈ ബെഡ്റൂമിലും കാണാം. ബെഡ്റൂമിൽ നിന്നാണ് ഈ വീടിന്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. GI ട്യൂബ് കൊണ്ട് ഹാൻഡ് റെയിൽ നൽകി വളരെ സേഫ്റ്റിയാക്കി തന്നെയാണ് ഇവിടെ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഈവനിങ് ടൈമിലൊക്കെ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്പോട്ട് തന്നെയാണ് തീർച്ചയായും ഈ വീടിന്റെ ബാൽക്കണി. ഈ മനോഹരമായ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. 3700 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1675 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 63 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ മനോഹരമായ ബഡ്ജറ്റ് വില്ല വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.